13 to 19 കറക്റ്റ് ആണോ? എന്തുകൊണ്ട് കറക്റ്റ് ആണ്? അവസാനം വരുന്ന ഇയറുകളാണ്. ടീൻ അവസാനം വരുന്ന 12 ടീനില്ല. 13, 14, 15, 16 ഏതൊരു വരും? 19. അപ്പൊ 13 to 19 ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. നമ്മുടെ ടീനേജ് നമ്മൾ ഒരുപാട് സംഗതികൾ ഇങ്ങനെ ഓർക്കും ഇല്ലേ? അതാണ് നമ്മുടെ സംഗതികൾ മനസ്സിലാക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടികളും ഈ ഒരു വാർഡിനെ കുറിച്ച് തെറ്റാൻ പാടില്ല. ടീനേജ് എന്ന് പറഞ്ഞാല് 13 to 19. ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഈ പ്രായത്തിലുള്ളവരാണല്ലോ അല്ലേ? ഏറ്റവും കുറഞ്ഞ പ്രായം എത്രാമത്തില്? പ്ലസ് ടു മുതൽ എത്ര വരും? 16 to എത്ര വരെ ഉണ്ട് ഇവിടെ? 90. അപ്പൊ എനിക്ക് സംസാരിക്കേണ്ട പ്രശ്നങ്ങൾ കുറച്ചും കൂടി നമുക്കിപ്പോ 13 വയസ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. 14 ആകുമ്പോൾ കുറച്ചുകൂടെ പറയാം അല്ലേ? 15 ആകുമ്പോൾ കുറച്ചുകൂടെ പറയാം. 16 ആകുമ്പോൾ കുറച്ചുകൂടെ പറയാം. അപ്പൊ നിങ്ങൾ ഒരുപാട് സംഗതികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രായമാണ്. മനസ്സിലായി വരുന്നില്ലേ? പോയോ ഞാൻ താമസമുള്ള പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്ന 3-4 ഭാഗങ്ങളും സമയം കിട്ടുന്നതനുസരിച്ച് സംസാരിക്കും. ഒന്ന്, ആദ്യത്തെ കുറെ സമയം കൗമാരത്തിലെ പ്രധാന പ്രശ്നങ്ങളായി വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ. അത് നമ്മളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മുടെ ഉൽപാദന വ്യൂഹവുമായിട്ട് ബന്ധപ്പെടുന്ന വളർച്ച, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്. രണ്ടാമത്തെ നമ്മുടെ ആഹാരത്തെ കുറിച്ചുള്ള ചില പ്രശ്നങ്ങൾ. നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുതെന്ന് നമുക്കാരും പറഞ്ഞു തരാറില്ലോ? ഇല്ല. എന്ത് കുടിക്കണം എന്ത് കുടിക്കരുതെന്ന് ആരും പറഞ്ഞു തരാം. നമ്മൾ കിട്ടുന്ന കുടിക്കും ഇല്ലേ? വീട്ടിൽ തരുന്ന കുടിക്കും, കൂട്ടുകാർ വരുന്ന കഴിക്കും, സ്കൂളിൽ കിട്ടുന്ന കുടിക്കും, ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്നതല്ല, കടയിൽ നിന്ന് കിട്ടുന്ന കുടിക്കും. അപ്പൊ നമ്മളെ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് തീർച്ചയായിട്ടും അറിയണം. എന്തിനാ അറിയുന്നേ? നല്ല കഴിക്കാൻ കുടിക്കാൻ ചില പറയുന്നു. നമ്മുടെ ആരോഗ്യം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങള് എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്ന കാര്യത്തില് ഒരുപാട് സംഗതികൾ അറിഞ്ഞേ ഉള്ളൂ. മൂന്നാമത്തെ, നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ട ചില കാര്യങ്ങള്. പിന്നീട് വേണ്ടത് നമ്മുടെ സൗഭാഗ്യകരമായ കുടുംബ ജീവിതത്തിൽ. നമ്മുടെ ദൈവം നമ്മളെ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെ തന്നെ പോകാനാണോ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല. നമ്മളെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് ജീവിക്കണം. അച്ഛനും അമ്മയുമായിട്ട് ജീവിക്കണം. നമ്മളെല്ലാം വീടുകളിൽ അങ്ങനെ അല്ലേ? അച്ഛനും അമ്മയുമായിട്ട് അവർക്ക് കുട്ടികൾ. അങ്ങനെ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളുടെ കുടുംബ ജീവിതം. നമ്മളെ ഭാര്യയും ഭർത്താവും, ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഭർത്താവ് ഉണ്ടായാൽ മതിയാവും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ ഭർത്താവ് ഉണ്ടാകണം. അതിനുശേഷം എന്തുണ്ടാകണം? കുട്ടികൾ ഉണ്ടാകണം. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും പലപ്പോഴും ആരും പറഞ്ഞു തരത്തില്ല. നമ്മൾ പഠിത്തമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉഴപ്പി പോകും. അല്ലെങ്കിൽ പഠിച്ചു ഒരു ജോലിയാകുമ്പോൾ വീട്ടുകാരാണ് തീരുമാനം അല്ലേ? വീട്ടുകാരെ വീട്ടിൽ ഇവിടെ ഒന്ന് കെട്ടിച്ചു വിട്ടേക്കാം, വീട്ടിലൊന്ന് പറഞ്ഞു വിട്ടാലേ ഒന്ന് തീരുമാനം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ല. അപ്പൊ നിങ്ങളെല്ലാം പഠിക്കാനെ മിടുക്കത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? പഠനത്തിനാണ്. എന്തിനാണ് പഠനത്തിന്റെ ഉദ്ദേശം? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? പഠിക്കുന്ന നമ്മളെ അറിവ് നേടണം, പിന്നെ ജോലി കിട്ടണം, പിന്നെ ജോലി കിട്ടണം, വരുമാനം ഉണ്ടാകണം. വെറുതെ ജോലി കിട്ടേണ്ട കാര്യം ആരെങ്കിലും വെറുതെ ജോലി ചെയ്യും. അപ്പൊ നമുക്ക് അറിവ് നേടണം. കാരണം ജീവിതം നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സംഗതികളെ കുറിച്ച് അറിവ് വേണം. അല്ലേ? നമുക്ക് സൈക്ലിംഗ് അറിയാം. ഇവിടെ സൈക്ലിംഗ് അറിയാമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും പഠിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ സൈക്ലിംഗ് പഠിക്കുന്നില്ല?
എന്റെ രണ്ട് മക്കളും ബ്രിട്ടനിലാണ് പഠിക്കുന്നത്. അവിടെ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ മതി, അവരെ സൈക്ലിംഗ് പഠിപ്പിച്ചിരിക്കും. എനിക്ക് സ്കൂൾ അധികൃതരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇതിലെ സൈക്ലിംഗ് അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും സൈക്ലിംഗ് പഠിച്ചേ മതിയോ. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ സൈക്ലിംഗ് പഠിക്കാൻ സാധിച്ചില്ല. ഞാൻ ഇപ്പോഴാണ് അതിനെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നത്. കാരണം ഈ പ്രായത്തിൽ എനിക്ക് 60 വയസ്സായി, ഇനി എനിക്ക് സൈക്ലിംഗ് പഠിക്കണം. കാരണം കുറെ നാൾ കഴിയുമ്പോൾ നമ്മളിവിടെ 4 ലൈൻ 6 ലൈനൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നീട് വരുന്ന അതിന്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഓടിക്കാനുള്ള പാതകളാവും. ഇങ്ങോട്ട് ചെന്നാൽ അങ്ങനെയാണ്, സൈക്കിൾ ഓടിക്കാൻ പ്രത്യേക പാതകളുണ്ട്. നമ്മൾ എത്രയൊക്കെ പുരോഗമിക്കാനും കുറെ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സൈക്കിളിലേക്ക് പോകും. അപ്പൊ നമുക്ക് പ്രായമായി വീട്ടിൽ സൗകര്യമുണ്ടോ, നല്ല ഭർത്താവിനെ കിട്ടും, കാറിൽ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെയും നിങ്ങൾക്ക് സൈക്കിളിന്റെ ഉപയോഗം വരും ജീവിതം. 10 കൊല്ലോ 15 കൊല്ലോ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രധാന വെഹിക്കിൾ എന്ന് പറയുന്നത് സൈക്കിളാണ്. അതുകൊണ്ട് സൈക്ലിംഗ് പഠിക്കാത്ത എല്ലാ കുട്ടികളും ഇഷ്ടംപോലെ മൈതാനമൊക്കെ ഉണ്ട്, സൈക്ലിംഗ് പഠിച്ചിരിക്കണം. അതുപോലെ നീന്തൽ അറിയാവുന്ന എത്ര കുട്ടികളുണ്ട്? ബാക്കി കുട്ടികൾ എത്രകൊണ്ട് നീന്തൽ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മളിങ്ങനെ അറിയേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായമാണ് അഡോളസെന്റ് പീരീഡ്.